നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി പ്രവാസികൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ്, പെരുന്നാൾ ദിവസത്തിന് വേണ്ടിയാണ്. പെരുന്നാൾ നമുക്ക് കേരളത്തിലെ ഓണം പോലെ തന്നെയാണ്. പെരുന്നാൾ വമ്പൻ ആഘോഷമായി തന്നെയാണ് ഓരോ രാജ്യങ്ങളും പ്രവാസ രാജ്യങ്ങളും ആഘോഷിക്കുന്നത്. ഇപ്പോഴിതാ പ്രവാസികൾക്കും അതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യക്തമായി അറിയാനായിട്ട് എന്തൊക്കെയാണ് അവധി എന്ന ഒരു വിശദാംശമാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് അവധി എന്നും ആ അവധി ദിവസങ്ങൾ ആഘോഷിക്കാനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഓരോ പ്രവാസികളും. ഇപ്പോഴിതാ നിങ്ങൾ അറിഞ്ഞോളൂ, ഈ ദിവസങ്ങളിലാണ് പെരുന്നാൾ അവധി ഇപ്പോൾ ഉള്ളത്. പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. 20 വ്യാഴാഴ്ച മുതൽ, അതായത് ഏപ്രിൽ 20 വ്യാഴാഴ്ച മുതൽ 24 തിങ്കളാഴ്ച വരെയാണ് അവധി. 4 ദിവസത്തെ അവധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൗദി ജീവനക്കാർക്ക് ഏപ്രിൽ 13 വ്യാഴം മുതൽ ഏപ്രിൽ 26 ബുധൻ വരെയാണ് അവധിയുള്ളത്. അവധി ദിവസങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയമിക്കാവുന്നതാണ്. സൗദി അറേബ്യയിലെ ആരോഗ്യ മേഖലയിലെ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ചെറിയ പെരുന്നാൾ അവധി 4 ദിവസമായിരിക്കും. ഏപ്രിൽ 20 വ്യാഴാഴ്ച മുതൽ 24 തിങ്കളാഴ്ച വരെയാണ് അവധി ആയിരിക്കുന്നത്. ഇത് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 4 ദിവസത്തെ അവധിയാണ് ഏപ്രിൽ 20 മുതൽ 24 തീയതി വരെ. സൗദി പൗരന്മാരായ ജീവനക്കാർക്ക് ഏപ്രിൽ 13 വ്യാഴം മുതൽ ഏപ്രിൽ 26 ബുധൻ വരെയും അവധിയാണ്. അവധി ദിവസങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയമിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും അവധി എന്നെല്ലാമാണ് എന്ന് അന്വേഷിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്ത. സൗദി അറേബ്യയിലെ ആരോഗ്യ മേഖലയിലെ ജോലി ചെയ്യുന്ന വിദേശികൾക്കാണ് 4 ദിവസം ഇപ്പോൾ ചെറിയ പെരുന്നാളിന് അവധി അനുവദിച്ചിട്ടുള്ളത്. ഏപ്രിൽ 20 വ്യാഴാഴ്ച മുതൽ 24 തിങ്കളാഴ്ച വരെയാണ് ഈ അവധിയുള്ളത്. സൗദി ജീവനക്കാർക്കാണ് ഏപ്രിൽ 13 വ്യാഴം മുതൽ ഏപ്രിൽ 26 ബുധൻ വരെ അവധിയുള്ളത്. ഏതായാലും ഈ അവധി ദിവസങ്ങൾ തന്നെ നല്ല രീതിയിൽ കുടുംബവുമൊത്ത് ആഘോഷിക്കുക. ഇനി കുടുംബവുമൊത്ത് ആഘോഷിക്കാൻ കഴിയാതെ പ്രവാസികൾ അവിടെ തന്നെ ഒപ്പമുള്ള സുഹൃത്തുക്കളുമായി ആഘോഷിക്കുക. ഏതായാലും സൗദിയിലെ ഈ പെരുന്നാൾ ആഘോഷം തന്നെ ഇപ്പോഴും ചർച്ചയാവാറുണ്ട്, വാർത്തയാവാറുണ്ട്. ഏതായാലും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമായി ഇപ്പോൾ സൗദിയിലെ, അല്ലെങ്കിൽ സൗദിയിലെമ്പാടുമുള്ള പ്രവാസികൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായി റംസാൻ മാറിയിരിക്കുകയാണ്. എന്തായാലും അവധി ദിവസങ്ങൾ വ്യക്തമായി അറിഞ്ഞല്ലോ. ആരോഗ്യ മേഖലയിലും അല്ലാത്ത മേഖലകളിലും അവധി വേറെയാണ്. 26 തീയതി വരെയാണ് എല്ലായിടത്തും അവധിയെങ്കിലും ഏപ്രിൽ 13 അവധി തുടങ്ങുന്നതുമുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 20 അവധി ആരംഭിക്കുന്നതും ഉണ്ട്. മറ്റൊരു വാർത്ത സൗദിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ആംബുലൻസുകൾക്ക് വഴി മാറിക്കൊടുത്തില്ല എങ്കിൽ ഇനി വാഹനങ്ങൾക്ക് പിഴയുണ്ടാകും എന്നതാണ്. നിരീക്ഷിക്കാൻ ഓട്ടോമാറ്റിക് സംവിധാനം ആരംഭിച്ചിരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സൗദി അറേബ്യയിൽ ആംബുലൻസുകൾക്ക് വഴി മാറിക്കൊടുക്കാത്ത വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി കർശനമാക്കി. ഇത്തരം വാഹനങ്ങളെ നിരീക്ഷിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനം ആരംഭിച്ചതായി സൗദി റെക്രസന്റ് അതോറിറ്റി അറിയിച്ചു. ട്രാഫിക് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. ഞായറാഴ്ച, അതായത് മാർച്ച് 26 മുതൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ആംബുലൻസുകൾക്ക് വഴി നൽകാതെ തടസ്സപ്പെടുത്തുന്നവരെയും അതിനെ പിന്തുടരുന്നവരെയും ഈ ഓട്ടോമാറ്റിക് സംവിധാനം സ്വയമേവ നിരീക്ഷിക്കുകയും നിയമലംഘനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജീവൻ സംരക്ഷിക്കുക, ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുക, ഡ്രൈവർമാർ നിർദ്ദിഷ്ട റോഡിലെ നിർദ്ദിഷ്ട ട്രാക്കുകൾ തന്നെ പാലിക്കുക എന്ന് ഉറപ്പാക്കുകയും അതിന്റെ ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. അത് ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് സഹായമാവുകയും ചെയ്യുമെന്നും ഈ റെക്രസന്റ് വ്യക്തമാക്കി. 2 ട്രാക്ക് മാത്രമുള്ള റോഡിലാണെങ്കിൽ വാഹനങ്ങൾ ഇടതു വലത് ഭാഗങ്ങളിലേക്ക് കഴിയുന്നത്ര മാറിക്കൊടുത്ത് മധ്യ ട്രാക്ക് ആംബുലൻസിന് പോകാനായി വഴി ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കുക. സൗദിയിൽ നിന്നും മറ്റ് വാർത്തകൾ വരും ബുള്ളറ്റിൻ ഉണ്ടാകും.